നിർണായകമായ തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏറെ ഗൗരവത്തോടെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മതനിരപേക്ഷ കക്ഷികൾ തമ്മിലുള്ള മത്സരം എന്നതിലുപരി സംഘപരിവാർ തന്ത്രപൂർവം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കാലുറപ്പിക്കാനും വിജയിച്ചു കയറാനും വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കൂടെ കേരളത്തിൻ്റെ സാമൂഹ്യ സൗഹാർദ്ദത്തെയും മതനിരപേക്ഷ പൈതൃകത്തെയുമൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ തന്നെ കേരളത്തിൽ RSSൻ്റെ ശക്തികൾ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് BJPക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ അധികാര വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിൻ്റെ സാമൂഹ്യ ബോധവും മതസൗഹാർദ്ദവും ഇഴചേർന്ന് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷവുമാണ്. വിവിധ മതവിഭാഗങ്ങളും ജാതി സമൂഹങ്ങളും ജനവിഭാഗങ്ങളുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ് കേരളത്തിലുള്ളത്. ഇതിനെ ഇല്ലാതാക്കാൻ വളരെ ബോധപൂർവം പല ശക്തികളും ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭരണകൂടം പ്രത്യക്ഷമായും പരോക്ഷമായും അതിനെ പിന്തുണക്കുകയും ചെയ്തു. വിവിധ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കാസ പോലുള്ള ശക്തികൾ ശ്രമിച്ചു. അതിനെ ചെറുക്കാനും പ്രതിരോധിക്കുവാനുമുള്ള നീക്കം നടത്തുന്നതിനു പകരം ഇടതുപക്ഷം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കന്മാർ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിദ്വേഷവും പ്രചരിപ്പിക്കുന്നിടത്ത് ഏറെ മുന്നിട്ടു നിന്നു. അനവധി പ്രസ്താവനകളും ഇടപെടലുകളും അദ്ദേഹത്തെ പോലുള്ളവർ നടത്തി. നിർഭാഗ്യവശാൽ ഇടതുപക്ഷം അതിനെ പിന്തുണക്കുകയും ആദരിക്കുകയും വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തത്. അഥവാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഭരണതലത്തിലും CPMൻ്റെ പ്രചരണ ക്യാമ്പയിൻ തലത്തിലുമൊക്കെ വിദ്വേഷ പ്രചരണങ്ങൾ വർദ്ധിച്ചു. മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരുമൊക്കെ വിദ്വേഷ പ്രചാരകരായി മാറി എന്നത് ഏറെ ഗൗരവത്തിലാണ് നാം കാണേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സംഘപരിവാറിൻ്റെ വിദ്വേഷ കാഴ്ചപ്പാടും നിലപാടുകളും ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ വോട്ട് നേടാൻ കഴിയുകയുള്ളൂ, തുടർഭരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന തീരുമാനമാണ് CPMനെ ഈ വഴിയിൽ സഞ്ചരിപ്പിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികരായ സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളുമൊക്കെ പറഞ്ഞതുപോലെ ഒരു തുടർഭരണം അപകടകരമായ സ്വഭാവത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുക. സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ പര്യാപ്തമായ ഇടപെടലുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടർന്നാൽ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിച്ച് കേരളത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന BJP RSS ശക്തികൾ പിടിമുറുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ വേണം നാം ഇടപെടാൻ. LDFന്റെ തുടർഭരണം അവസാനിപ്പിക്കണമെന്ന് നിലപാട് സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ നേതാക്കന്മാർ, ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേതാക്കന്മാർ എല്ലാവരും ആ തീരുമാനത്തിലേക്ക് വരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത്തരമൊരു നിലപാടെടുക്കാൻ പലർക്കും പ്രോത്സാഹനം നൽകുന്നത് ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചക്ക് ഇടതുപക്ഷം നൽകിയ പിന്തുണ തന്നെയാണ്. RSSന് കാലുകുത്താൻ കേരളീയ നവോത്ഥാന മണ്ണിൽ അനുവാദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിനെ തകർക്കുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തുടർഭരണം അവസാനിപ്പിക്കണം. അതിനുള്ള വഴിയായി UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്നത് കേരളത്തിൻ്റെ തീരുമാനമായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ തീരുമാനം
പൊതുവായ ഒരു വികാരമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിക്കുന്നു UDF വിജയിക്കില്ല എന്ന്. ഡീലിന്റെ ഭാഗമാണ്. ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് കേരളത്തിലെ നയിക്കും. എന്ന് പറഞ്ഞാൽ തുടർഭരണം BJPയുടെ നിയന്ത്രണത്തിലായിരിക്കും, RSSന്റെ ആശീർവാദത്തോടെ നടക്കുന്നതായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. ഈ മണ്ണിനെ കാത്തുരക്ഷിക്കാൻ, കേരളത്തിനെ നിലനിർത്താൻ അതിശക്തമായ ഇടപെടലായി ജനാധിപത്യ പ്രക്രിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDFനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ RSSന്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയണം. ചിലയിടങ്ങളിൽ BJP A+ മണ്ഡലങ്ങളായി പരിഗണിച്ച് വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പല രീതിയിലുള്ള ഇടപെടലുകളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിനെ കരുതലോടെ നാം കാണണം. അവിടെ വിജയപ്രതീക്ഷയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തണം. കേരള നിയമസഭയിൽ RSSന്റെ BJPയുടെ ശബ്ദം മുഴങ്ങാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ സമുദായങ്ങൾക്കും മതനിരപേക്ഷ കക്ഷികൾക്കും കഴിയണം. അതിന് അനുസൃതമായ വോട്ട് രേഖപ്പെടുത്തണം എന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതൊരു പ്രതിരോധമാണ്. RSSന്റെയും സംഘപരിവാറിന്റെയും വിദ്വേഷ രാഷ്ട്രീയത്തെ സൗഹൃദത്തിന്റെ കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന പ്രതിരോധമാണ് ഈ വോട്ട് രേഖപ്പെടുത്തലിലൂടെ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രതിരോധത്തിന്റെ വഴിയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. സംഘപരിവാറിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യണം. അത്തരം നിലപാടുകൾക്ക് പിന്തുണ നൽകിയ LDFന്റെ തുടർഭരണം അവസാനിപ്പിക്കണം. വിശാലമായ സൗഹൃദത്തിൻ്റെതായ ഒരു പുതുവസന്തം വിളയിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ UDFനെ പിന്തുണക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ സിവിൽ മൂവ്മെന്റുകൾ, ജനകീയ പ്രശ്നങ്ങൾ, സമര സംഘടനകൾ, ചെറുതും വലുതുമായ അനവധി പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോയ നിരവധി പ്രസ്ഥാനങ്ങൾ, അവരുടെയൊന്നും ശബ്ദം ഇവർ ഏറ്റെടുത്തിട്ടില്ല. തീർച്ചയായും ഇത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ താല്പര്യത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് ഈ പ്രതിരോധം അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ പൈതൃകത്തിന്, ആളുകളെ കേൾക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ, ജനാധിപത്യ പ്രക്രിയയെ അതിശക്തമായ RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധമായി പ്രയോജനപ്പെടുത്താൻ കഴിയണം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിഷയം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സംഘപരിവാറിന്റെ കുതന്ത്രങ്ങളെയും വളരെ ബോധപൂർവമായി മതനിരപേക്ഷ കക്ഷികളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലെത്താനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കാനുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചത് അങ്ങനെയാണ്. ഈ കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ അത് സമ്മതിക്കില്ല എന്ന് തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം. വിജയം സുനിശ്ചിതമായ ഈ മുന്നേറ്റത്തിൽ എല്ലാവരും സംഘപരിവാറിന്റെ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ടാകണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്.